റെഡിയാണ് സമ്മാനം. നമ്മളിത് മൂലപ്പറമ്പ് ബിദായത്തുൽ ഹിദായ മദ്രസയിലാട്ടോ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പെൻസിലും സ്കെയിലൊക്കെ ഉണ്ടിട്ടാ. ആസിബിന് ഏതൊരു സമ്മാനം കിട്ടും നോക്കാം, എല്ലാവരും കൈയടിച്ചോളെ. ഈ ഒരു കളർ സെറ്റും പൗച്ചാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് അല്ലേ? ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത്? നോട്ട് ബുക്ക് സ്കെയില് പെൻസിലൊക്കെ അടങ്ങിയൊരു സമ്മാനം കേട്ടോ. സന്തോഷായില്ലേ? നമ്മുടെ മദ്രസയിലും പരീക്ഷ കഴിഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷമാകണം, മനസ്സിന് ആശ്വാസം കിട്ടണം. ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളെ മല്ലു പബ്ലിക് ചാലഞ്ച് എന്ന് പറയുന്ന ഈ ബ്ലോഗേഴ്സ് നമ്മൾ വരുത്തുകയും അവർ കുട്ടികൾക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല ഇവിടെ മദ്രസയിലെ എല്ലാ വിദ്യാർത്ഥികളും അത് ആസ്വദിക്കുകയും ചെയ്തു എന്നതാണ് ഇത് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ടേക്ക് എ ചലഞ്ച് മേക്ക് എ വിന്നർ മല്ലു പബ്ലിക് ചലഞ്ചിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് എത്തിയിട്ടുള്ളത് ഒതുക്കിങ്ങൽ മൂലപ്പറമ്പിലെ ബിദായത്തുൽ ഹിദായ മദ്രസയിലാണ്. മദ്രസയിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചലഞ്ച്, ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല മത്സരത്തിൽ പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടാത്തവർക്കും ഒരു എക്സാം കിറ്റ്, സ്റ്റുഡന്റ് കിറ്റ് ഉണ്ട്. നമ്മൾ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് മഹല്ല് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ചാൻസ് പ്രസിഡന്റിന് കൊടുക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കട്ടാ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യാം. ആദ്യത്തെ കയറൊന്ന് വലിക്കുന്നുണ്ട്. ഈ ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. പ്രസിഡന്റിന്റെ ഈ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത്. എക്സാം ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്കെയില്, പെൻസില്, ഈ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മത്സരത്തിന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കയറ് വെച്ച് കെട്ടിയതാണ്. 20ഓളം സമ്മാനങ്ങളും 20 പ്രോത്സാഹന സമ്മാനങ്ങളും. ഇത് മൊത്തം 40 കയറ്, 40 കുട്ടികൾക്ക് പങ്കെടുക്കാം. ഇതിന് ഇഷ്ടമുള്ള ഒരു കയറ് വലിക്കുക. ഈ കയറ് വലിക്കുമ്പോൾ ഏതൊരു സമ്മാനമാണോ വരുന്നത് ആ സമ്മാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല 20 ഫ്രീ ആയിട്ട് കയറ് ഇട്ടിട്ടുണ്ട്. അപ്പൊ കയറ് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം കിറ്റാണ് കിട്ടുന്നത്. ഈ സമ്മാനമൊക്കെ സ്പോൺസർ ചെയ്ത് ആരാന്നറിയോ? അറിയില്ല? ഈ മദ്രസിന്റെ പ്രവാസി സംഘടന ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഗൾഫിൽ പോയ പ്രവാസികളില്ലേ, നിങ്ങളെപ്പാരൊക്കെ ഗൾഫിലില്ലേ, അവരൊക്കെയാണ് ഈ ഒരു സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ മത്സരങ്ങൾ വേറെ അവിടെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സമ്മാനം സ്പോൺസർ ചെയ്യുക, എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മല്ലു പബ്ലിക് ചലഞ്ച്. നമ്മൾ ഈ ഗെയിമിൽ ഇതേ കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടാമത്തെ ആളാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഏതൊരു സമ്മാനം കിട്ടുന്ന നോക്കല്ലേ. ഇഷ്ടമുള്ള ഒരു കയറ് എടുക്കുക, വലിക്കുക. കൈയടിക്ക്. ഏത് സമ്മാനാണ്? ഫ്രീ ആയിട്ടുള്ള കയറാണ് വന്നിട്ടുള്ളത് അല്ലേ? വിഷമിക്കണ്ട കേട്ടാ. അങ്ങനെ കളർ ഉണ്ട്, പെൻസിൽ ഉണ്ട്, സ്കെയിൽ, ഒരുപാട് സമ്മാനം ഉണ്ട് കേട്ടാ. അടുത്തായിട്ട് ഒരു കുട്ടി എത്തിയിട്ടുണ്ട്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ്ടേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? ഒരുപാട് സമ്മാനം ഉണ്ട് കേട്ടാ. ഏതൊരു സമ്മാനം കിട്ടാൻ നോക്ക. ഒരു കയറെടുത്ത് വലിച്ചോ. ഏത് കയറാ വലിക്കുന്നത്? ഈ ഒരു കയറാണ് വലിച്ചിട്ടുള്ളത്. ഇതിനും പ്രോത്സാഹന സമ്മാനം കേട്ടാ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. കളറുണ്ട്, പെൻസില്, സ്കെയിലൊക്കെ ഉണ്ട് കേട്ടാ. അടുത്ത കുട്ടി റെഡിയാണ്. 4ാമത്തെ നമ്പറാ കിട്ടിയത് അല്ലേ? ഏതൊരു സമ്മാനം നോക്കാം. പേരെന്താ? ആസിം. ആസിമിന് ഏതൊരു സമ്മാനം കിട്ടും നോക്കാം. എല്ലാവരും കൈയടിച്ചോളെ. ഒരു കയറെടുത്ത് കളിച്ചോ. ഏത് സമ്മാനം? സമ്മാനം വരുന്നുണ്ട്. ഈ ഒരു നോട്ട് ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്കെയിലുണ്ട്, പെൻസിലുണ്ട്. ഈ ഒരു സമ്മാനം കിട്ടിയിട്ടില്ല കേട്ടാ. അടുത്തത് 5ാമത്തെ ആൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാ. 2-3 കുട്ടികളെ സമ്മാനം കൊണ്ടുപോയി. അപ്പൊ ഈ കുട്ടിക്ക് ഏതൊരു സമ്മാനം നോക്കാം. 5ാമത്തെ ആളാണ്. ഒരു കയറ് സെലക്ട് ചെയ്ത് വലിച്ചോളി. യെസ്. ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത്? ഈ ഒരു സമ്മാനം. ഈ ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെയുള്ളത്? 2 നോട്ട് ബുക്ക്, അതുപോലെ ഒരു പൗച്ച്. അടുത്ത ആളെ റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്യാ. ഏതൊരു സമ്മാനം നോക്കാം. ഇഷ്ടമുള്ള ഒരു കയറെടുത്ത് വലിച്ചോളെ. അത് ഈ ഒരു കയറാണല്ലേ? ഇത് പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രീ കയറായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് സ്കെയില്, പെൻസിൽ അടങ്ങിയ ഒരു കിറ്റാണ് സമ്മാനം. അടുത്ത 7ാമത്തെ നമ്പർ കിട്ടിയ കുട്ടിയെ റെഡിയാ. പേരെന്താ? ജസലിന് ഏതൊരു സമ്മാനം നോക്കാം. ഒരുപാട് സമ്മാനങ്ങൾക്ക് സ്പോൺസർ ചെയ്ത പ്രവാസി കൂട്ടായ്മ കേട്ടോ. അവർക്കൊരു നന്ദി രേഖപ്പെടുത്തുന്നു. കളിച്ചോളി. ഏതൊരു കയറാണ് എടുത്തിട്ടുള്ളത്? യെസ്. ഏതൊരു സമ്മാനാണ്? എക്സാം ബോർഡ്, പെൻസില്, സ്കെയില്, പൗച്ച്. ഒരു വലിയ സമ്മാനം കേട്ടോ. അടുത്ത ആള് റെഡിയാണ്. 8ാമത്തെ നമ്പർ ആയിരുന്നു അല്ലേ? എല്ലാവരും കൈയടിക്കാൻ സമ്മാനം നോക്കാം.
ആ ഏതൊരു കയറാ വലിച്ചിട്ടുള്ളത്? ആ അത് പ്രോത്സാഹന സമ്മാനമല്ലേ കിട്ടിയിട്ടുള്ളത്? ഫ്രീ ആണ് കയറ്. പ്രോത്സാഹന സമ്മാനം. അടുത്ത ആള് റെഡിയാണ്. ഒരുപാട് സമ്മാനങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 5 കിലോ അരിപ്പൊടി കണ്ടിട്ടാ. 5 കിലോ അരിപ്പൊടി കണ്ടില്ലേ? നിങ്ങൾക്ക് വലിക്കാൻ കഴിയോ? 5 കിലോ അരിപ്പൊടി. ബാഗ് ഉണ്ട്, 2 ബാഗ്, ഫുട്ബോള്, ടീഷർട്ട്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അടുത്ത ആള് റെഡിയാണ്. ഏതൊരു സമ്മാനം നോക്കാം. കഴിച്ചോ? ഏതാണ്? ഏത് കയറാ? ഇത് ഫ്രീ ആയിട്ടുള്ള കയറാണ്. അതുകൊണ്ട് പ്രോത്സാഹന സമ്മാനം കിട്ടിയിരുന്നു കേട്ടോ. 10ാമത്തെ ആളാട്ടോ. 10ാമത്തെ ആള് വന്നിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ബാക്കിയുണ്ട്. പ്രോത്സാഹന സമ്മാനം പോയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ചാൻസ് ഉണ്ട് ഈ വരുന്നവർക്ക്. കണ്ടില്ലേ? ടീഷർട്ട്, ബോള്, പിന്നെ ബാഗ്, 5 കിലോ അരിപ്പൊടി. അപ്പൊ ഈ ഒരു കുട്ടി 10ാമത്തെ നമ്പർ കിട്ടിയ കുട്ടി വന്നിട്ടുണ്ട്. ഏതൊരു സമ്മാനം നോക്കല്ലേ? ഒരു കാര്യം എടുത്ത് വലിച്ചോ. വലിച്ചോ? ബാഗ് ആട്ടാ കിട്ടിയിട്ടുള്ളത്. ഒരു വലിയ ബാഗ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മളിത് മൂലപ്പറമ്പ് ഹിദായ മദ്രസയിലാട്ടോ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിമാണ്. ഇത് 11ാമത്തെ നമ്പറാണല്ലേ? 11ാമത്തെ കുട്ടിയാണ്. ഏതൊരു സമ്മാനം കൊണ്ടുപോവുക? ഇഷ്ടമുള്ള കയറെടുത്തോ, വലിച്ചോ. ആ ഇത് ഫ്രീ ആയിട്ടുള്ള കയറ്. അത് പ്രോത്സാഹന സമ്മാനം കിട്ടിയില്ല കേട്ടോ. ഒരു സ്കെയില്, പെൻസിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് സമ്മാനം. അടുത്ത കുട്ടി റെഡി ആട്ടോ മത്സരത്തിൽ പങ്കെടുക്കാണ്. എന്റെ പേരെന്താ? വജീഹ റെഡിയാണ്. ഏതൊരു സമ്മാനമാണ് കൊണ്ടുപോകുന്ന നോക്കാം. റെഡി അല്ലേ? നല്ല വലിയ 5 കിലോ അരിപ്പൊടി കണ്ടിട്ടാ. കൊണ്ടുപോകോ? കൊഞ്ചിക്കാൻ കഴിയോ? ആ ഇവര് കയറെടുത്ത് വലിച്ചോ. ഇത് ഫ്രീ ആയിട്ടുള്ള കയറാട്ടോ. ഫ്രീ ആയിട്ടുള്ള കയറാണ്. അതുകൊണ്ട് പ്രോത്സാഹന സമ്മാനം വജീഹക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. അടുത്തത് 13ാമത്തെ ആളാണ്. അതുപോലെ ഒരുപാട് സമ്മാനമുണ്ട്. കൂടുതൽ പ്രോത്സാഹന സമ്മാനം പോയതുകൊണ്ട് ഇനിയും ചാൻസ് ആട്ടോ ഈ ഒരു സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള. 13ാമത്തെ ആള് ഏതൊരു സമ്മാനം കൊണ്ടുപോകാൻ നോക്കല്ലേ? എന്നാ വലിച്ചോ. ഏതൊരു കയറാണ് കിട്ടിയിട്ടുള്ളത്? അതും ഫ്രീ ആയിട്ടുള്ള കയറാണ്. പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. ഡോംസിന്റെ ഒരു സെറ്റ് ഉണ്ട്. എക്സാമൊക്കെ സുഖം എഴുതിക്കൊണ്ടിട്ട്. അടുത്തായിട്ട് 14ാമത്തെ കുട്ടിയാട്ടോ. എന്റെ പേരെന്താ? ജൽവ മോൾക്ക് ഏതൊരു സമ്മാനം നോക്കല്ലേ? ആരും ജൽവ മോളെ ക്ലാസ്സിലുള്ളത്? എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്ക്. ഏതൊരു സമ്മാനാണ്? വലിച്ചോ. ആ ഇത് പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. ജൽവ മോൾക്ക് സമ്മാനം ഇതാ. അടുത്തായിട്ട് 15ാമത്തെ ആളല്ലേ? എന്റെ പേരെന്താ? ഫാത്തിമ റസ്ലി. ഇത് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഒരു കാര്യം എടുത്ത് വലിച്ചോ. ഏതൊരു സമ്മാനം? വീണ്ടും പ്രോത്സാഹന സമ്മാനം. നിങ്ങളൊക്കെ കാലി കയറ് മാത്രം വലിക്കുക. കൂടുതൽ ആൾക്കാർ പ്രോത്സാഹന സമ്മാനം. അപ്പൊ ലാസ്റ്റ് ആൾക്കാർക്ക് സമ്മാന പെരുമഴയെ കയറട്ടാ. അപ്പൊ ഈ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത്. അടുത്ത 16ാമത്തെ ആളാണ്. ചാൻസുകൾ കൂടി വരികയാണ്. പ്രോത്സാഹന സമ്മാനത്തിന്റെ കൈകൾ കുറഞ്ഞു വരുന്ന സമ്മാനത്തെ അത് അവിടെ പോലെ നിൽക്കാണ്. അടുത്ത ആള് റെഡിയാണ്. ഏതൊരു സമ്മാനാണ്? സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈ സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. എക്സാം ബോർഡ്, അതുപോലെ സ്കെയില്, പെൻസില്, 3 സമ്മാനമുണ്ട്. അപ്പൊ ഈ ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ആള് റെഡി ആട്ടോ. ഒരുപാട് വലിയ സമ്മാനങ്ങളൊന്നും പോയിട്ടില്ല. 5 കിലോ അരിപ്പൊടി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുട്ബോൾ ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, ഒരു ബാഗ് ഉണ്ട്. അപ്പൊ അടുത്ത ആള് റെഡിയാണ്. ആ കുട്ടിയിലേക്ക് പോവാ. റെഡി അല്ലേ? ഒന്ന് വലിക്കുക. ഏത് കയറാണ്? ഇതാ വീണ്ടും പ്രോത്സാഹന സമ്മാനം കേട്ടോ. വീണ്ടും പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഈ ഒരു എക്സാം കിറ്റാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇവരുടെ പ്രവാസി കൂട്ടായ്മയാണ് ഈ സമ്മാനമൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വേറെ സമ്മാനങ്ങളും അതുപോലെ പ്രൊമോഷൻ രീതിയിലൊക്കെ സ്പോൺസർ ചെയ്ത് കോൺടാക്ട് ചെയ്യുക. അടുത്ത കുട്ടിയെ വിളിക്കുക. അടുത്ത ആളാരാ? മൂലപ്പറമ്പ് ഹിദായ മദ്രസയെ സംഘടിപ്പിച്ച ഒരു ഗെയിമിൽ ഇത് ഒരുപാട് സമ്മാനങ്ങൾ വീണ്ടും ബാക്കിയാണ്. കൂടുതൽ ആൾക്കാരും പ്രോത്സാഹന സമ്മാനങ്ങളാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു കുട്ടിക്ക് ഏതൊരു സമ്മാനം കിട്ടുമെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. റെഡിയല്ലേ? വലിച്ചോ. ഏതൊരു സമ്മാനമാണ്? വീണ്ടും പ്രോത്സാഹന സമ്മാനം. സമ്മാനങ്ങളൊക്കെ ലാസ്റ്റിലേക്കാട്ടോ. ലാസ്റ്റ് നമ്പർ കിട്ടിയവർക്കാണ് കൂടുതൽ സമ്മാനങ്ങൾ കിട്ടാനുള്ള ചാൻസ് വരുന്നത്. ഈ ഒരു സമ്മാനം കൊടുക്കാം. 9ാം നമ്പർ കിട്ടിയ കുട്ടി ഇതാ റെഡിയാണ്. പേരെന്താ? ഹാനി. അപ്പൊ ഏതൊരു സമ്മാനമാണ് കൊണ്ടുപോകാൻ നോക്കാം. ഒന്ന് പറഞ്ഞ് പൈസ കൊടുക്കി. ഒരു കാര്യം വയ്ക്കാം. വീണ്ടും പ്രോത്സാഹന സമ്മാനം കേട്ടോ. എല്ലാവരും പ്രോത്സാഹന സമ്മാനത്തിലേക്കാണ്. എല്ലാവർക്കും ഈ സ്കെയിലും പെൻസിലും കളറാണ് വേണ്ടിയതല്ലേ? അടുത്ത ആളുടെ വീഡിയോ റെഡി ആയി വന്നിട്ടുണ്ട്. പേരെന്താ?
റഫാൻ മോൻ ഇത് റെഡിയാണ്. ഏതൊരു സമ്മാനം നോക്കാം. പ്രോത്സാഹന സമ്മാനം വളരെ കുറച്ചേ ഉള്ളൂ. വലിച്ചോ വലിച്ചോ. സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വന്ന സമ്മാനം ഏതാണ്? കളർ സെറ്റ്, വലിയൊരു കളർ സെറ്റും അതുപോലെ ഒരു പൗച്ചും ഉണ്ട് കേട്ടാ. ഈ ഒരു കളർ സെറ്റും പൗച്ചാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് അല്ലേ. മല്ലു പബ്ലിക് ചലഞ്ചിൽ അവതരിപ്പിച്ച ഈ ഒരു ഗെയിം മറ്റത്തൂർ മൂലപ്പറമ്പിലെ ബിദായത്തുൽ ഹിദായ മദ്രസയിലാണ്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്ത ആൾ റെഡിയല്ലേ? പേരെന്താ? ഇഷ ഫാത്തിമ. ഇഷ ഫാത്തിമക്ക് ഒരുപാട് സമ്മാനങ്ങൾ മുമ്പിലുണ്ട്. ഏതൊരു സമ്മാനം കിട്ടാൻ നോക്കല്ലേ? റെഡിയല്ലേ മത്സരത്തിൽ പങ്കെടുക്കാൻ? ഇഷ ഫാത്തിമ റെഡിയാണ്. ഏതൊരു സമ്മാനം നോക്കാം. ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത്? നോട്ട് ബുക്ക് സ്കെയില് പെൻസിലൊക്കെ അടങ്ങിയ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈ ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത് ഇഷ ഫാത്തിമക്ക് കിട്ടിയ സമ്മാനം കേട്ടാ. സന്തോഷായില്ലേ? അടുത്ത ഒരു കുട്ടി റെഡിയാണ്. അറിയില്ല, കളി അറിയില്ല. ഒരു കയറെടുത്ത് വലിക്കട്ടാ. ഏതൊരു കയറാണ്? സമ്മാനം വരട്ടെ. ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത്? നോട്ട് ബുക്ക് സ്കെയില് പെൻസില്. ഈ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത്. സന്തോഷായില്ലേ? 5 കിലോ അരിപ്പൊടി ആരും കൊണ്ടുപോയിട്ടില്ല. 5 കിലോ അരിപ്പൊടിയൊക്കെ കൊണ്ടുപോകല്ലേ വീട്ടിക്ക്? ഞാൻ നോക്കൊന്ന് വലിച്ചോ. ഇഷ്ടപ്പെട്ട കയറാതാ. വലിയൊരു നൂഡിൽസ് ആണല്ലേ കിട്ടിയിട്ടുള്ളത് സമ്മാനം. വലിയൊരു നൂഡിൽസ് പാക്കറ്റാണല്ലേ സമ്മാനം കിട്ടിയിട്ടുള്ളത്. സന്തോഷായ? നൂഡിൽസ് ഇഷ്ടമാണോ? അവനെ കൊണ്ടുപോയിക്കോ. അടുത്തത് 24ാമത്തെ ആളാട്ടോ. 24ാമത്തെ ആളായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ വീണ്ടും ബാക്കിയാണ്. ചാൻസുകൾ കൂടുതലാണ്. റെഡിയല്ലേ? ഇഷ്ടപ്പെട്ട ഒരു കയറേതാ? വലിച്ചോ. അത് പ്രോത്സാഹന സമ്മാനം കേട്ടോ. പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് 25ാമത്തെ ആളാല്ലേ. ഇഷ്ടപ്പെട്ട ഒരു കയറ് വലിക്കുക. ഇനിയും കൂടുതൽ ചാൻസ് ആണ്. ഒരുപാട് സമ്മാനങ്ങളാണ് ബാക്കിയുള്ളത്. ഏതൊരു സമ്മാനമാണ്? വീണ്ടും പ്രോത്സാഹന സമ്മാനം. ഒരുപാട് സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. വീണ്ടും പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. കാലിക്കാരാണ് പങ്കെടുക്കുന്ന ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മത്സരത്തിൽ സമ്മാനങ്ങൾ വലിയ സമ്മാനങ്ങൾ പോയും ബാക്കിയാണ്. 26 പേര് മത്സരിച്ചു. എന്നിട്ട് ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങളാണ് കൂടുതൽ പോയിട്ടുള്ളത്. 5 കിലോ അരിപ്പൊടി, ഫുട്ബോൾ, ടീഷർട്ട്, ബാഗൊക്കെ ബാക്കിയാണ്. അപ്പൊ അതേ കൂടുതൽ ചാൻസ് ആണ് ഇനി വരുന്നവർക്ക്. അടുത്ത ആൾ റെഡിയാണ്. ഒന്നെടുത്ത് വലിച്ചോ. ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത്? നോട്ട് ബുക്ക് സ്കെയില് പെൻസിൽ അടങ്ങിയ കിറ്റാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഈ ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. 27ാമത്തെ ആളാട്ടോ. എന്നിട്ടും ഈ സമ്മാനങ്ങൾ ബാക്കി. ഈ ഒരു കുട്ടിക്ക് എന്റെ പേരെന്താണ്? പങ്കെടുക്കാൻ മിഫ്സൽ. ഏതൊരു സമ്മാനം നോക്കാം. ഒന്ന് വിളിക്കേ. വീണ്ടും പ്രോത്സാഹന സമ്മാനം. പ്രോത്സാഹന സമ്മാനമായിട്ട് ഈ ഒരു സമ്മാനം കാണിച്ചു കൊടുക്കേ. ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത്? 28ാമത്തെ ആളെ. ഇപ്പോൾ ഇനി വെറും 4 പ്രോത്സാഹന സമ്മാനമേ ഉള്ളൂ. ബാക്കി 8 വലിയ സമ്മാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. ഏതൊരു സമ്മാനം നോക്കാം. ഏതൊരു സമ്മാനം? ഫുട്ബോൾ സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലേ. ഫുട്ബോളാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്. സന്തോഷായില്ലേ? അവനൊരു ചിരി കണ്ടില്ലേ ഫുട്ബോൾ കിട്ടിയിട്ടുള്ളത്. പേരെന്തായിരുന്നു? അൻഷിഫിനാണ് ഫുട്ബോൾ കിട്ടിയിട്ടുള്ളത്. മദ്രസയിലെ കുട്ടികൾ ഒരുപാട് പേര് പങ്കെടുത്ത് 30 കുട്ടികളാവാനായിട്ടോ. ഈ സമ്മാനങ്ങളെ കുറിച്ചുള്ളതാണ്. 5 കിലോ അരിപ്പൊടിയൊക്കെ ഉണ്ട്. റമദാനാവുക വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ ഇവർ ഏതൊരു സമ്മാനം ഇനി അടുത്ത ആൾ കൊണ്ടുപോകാന്ന് നോക്കാം. ശരിയല്ലേ? ഒരു കയറെടുത്ത് വലിക്കട്ടെ. അഞ്ച് കിലോ അരിപ്പൊടിയാണ് സമ്മാനം. 5 കിലോ അരിപ്പൊടി സമ്മാനം. 5 കിലോ അരിപ്പൊടി 5 കിലോ അരിപ്പൊടി ഫുട്ബോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ ഇത്രത്തോളം സമ്മാനങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത ആള് റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു സമ്മാനാണ്? ഈ ഒരു ടീഷർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ടീഷർട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അടുത്തത് 31ാമത്തെ ആളാണ്. 1, 2, 3, 4, 5, 6 വലിയ സമ്മാനങ്ങൾ ബാക്കിയുണ്ട്. 10 പേര് മത്സരിക്കാനുണ്ട്. ശരിയല്ലേ?
പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ള ഒരു കയറായിരുന്നു. പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് 32ാമത്തെ ആളാണ്. ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർ കയറി വലിക്കുക, ആ സമ്മാനം വീട്ടിൽ കൊണ്ടുപോവാം. സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു സമ്മാനം? വാട്ടർ ബോട്ടിലും ഒരു ഷാർപ്പനറും കൂടി ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. വാട്ടർ ബോട്ടിൽ. അടുത്ത ആൾക്കാരായിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കൊണ്ടുപോയി. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഏതൊരു സമ്മാനം നോക്കാം? പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുള്ളത്. വളരെ ഒരു ആവേശത്തോടെ വന്നായിരുന്നു വലിയൊരു സമ്മാനം കൊണ്ടുപോകുന്നത്. പങ്കെടുക്കുന്ന ഈ ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. ആവേശകരമായ ഈ ഒരു ഗെയിമിന്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. വെറും അവശേഷിക്കുന്നത് വെറും 5 വലിയ സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളുമാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്ത കുട്ടി റെഡിയാണ്. ഇവരൊക്കെ പങ്കെടുത്ത സമ്മാനങ്ങളൊക്കെ കയ്യിലുണ്ട്. ശരിയല്ലേ? പങ്കെടുക്കല്ലേ? ഏതൊരു സമ്മാനാണ്? ഈ ഒരു കയറ് വലിച്ച് പ്രോത്സാഹന സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രീ ആയിട്ടുള്ള ഒരു കയറ് കിട്ടിയ ഈ ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 5 വലിയ സമ്മാനങ്ങള്, 5 വലിയ സമ്മാനങ്ങളെ മുമ്പിലുള്ള ഒരു പ്രോത്സാഹന സമ്മാനം. പങ്കെടുക്കാൻ വേണ്ടി വാഹിദ് റെഡിയാണ്. സമ്മാനം കിട്ടിയിട്ടുള്ളത് നോട്ട് ബുക്ക്, അതുപോലെ സ്കെയില്, പെൻസിൽ അടങ്ങിയ സമ്മാനം കിട്ടിയിട്ടുള്ളത്. 4 പേരാണ് ബാക്കിയുള്ളത്. 4 പേര് ബാക്കിയുള്ളത്. അടുത്ത ആള് റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? 4 കയറിന് ഒരു പ്രോത്സാഹന സമ്മാനം. മൊത്തം 5 കയറ്. ഏതൊരു സമ്മാനാണ്? ലാസ്റ്റ് പ്രോത്സാഹന സമ്മാനമാണ്. ഈ ഒരു സമ്മാനം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പ്രോത്സാഹന സമ്മാനം നമ്മളെ മത്സരത്തിലെ 4 പേർക്ക് ഇനി സമ്മാനം ബാക്കിയുണ്ട്. അതും മെയിൻ സമ്മാനങ്ങളാണ്. പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കാൻ വേണ്ടി ഈ കുട്ടി റെഡിയാണ്. പേരെന്താ? സലാഹുദ്ദീൻ. ഏതൊരു സമ്മാനം നോക്കാം? ഒരു കയറ് വലിക്കുന്നുണ്ട്. ഏതൊരു സമ്മാനാണ്? ലാസ്റ്റ് 3 ആളുകളില് ലാസ്റ്റ് ആളല്ലേ? 3ാമത്തെ ആളാണ്. ഇനി വെറും 3 ആളേ ഉള്ളൂ. ഏതൊരു സമ്മാനാണ്? എക്സാം ബോർഡ്, വാട്ടർ ബോട്ടിൽ. ഈ വാട്ടർ ബോട്ടിലാണ് സമ്മാനം കിട്ടിയത്. പബ്ലിക് ചലഞ്ചിന് ബിദാത്തുൽ ഹിദായ മദ്രസയിൽ വെച്ച് നടത്തിയ ഈ ഒരു ഗെയിമിൽ 2 സമ്മാനം ഇനി ബാക്കിയില്ലേ? 38 പേര് മത്സരിച്ചു. ഇനി 2 സമ്മാനം. ഇതേ കണ്ടില്ലേ? 2 എക്സാം ബോർഡ് ഒരുപോലെ സമ്മാനങ്ങളാണ്. 2 പേര് മത്സരിക്കാണ്ട് കണ്ടില്ലേ? ഏത് വലിച്ചാലും ഒരേപോലെ സമ്മാനം അല്ലേ? യെസ്, ഈ ഒരു സമ്മാനം എക്സാം ബോർഡ്, സ്കെയില്, പെൻസിൽ അടങ്ങിയ ഈ ഒരു സമ്മാനമാണ്. മത്സരത്തിലെ അവസാന കുട്ടിയാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ്ടേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നാഫി എന്നൊരു കുട്ടിയാണോ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അവനക്ക് സമ്മാനം ഏകദേശം ഉറപ്പാണ്. ലാസ്റ്റ് ആളാണ്. ഒരു സമ്മാനം ബാക്കിയുണ്ട്. എന്നാ വലിക്കല്ലേ കയറ്? യെസ്, ഈ ഒരു സമ്മാനത്തിന് നാഫീന് കൊടുക്കുന്നതോടെ ഈ ഒരു മത്സരം ഇവിടെ അവസാനിക്കാണ്. ഇനി ഇതുപോലെ മത്സരം സംഘടിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ സംഘടിപ്പിക്കണമെങ്കിൽ കമന്റ് ചെയ്യുക, എവിടെയാണ് വരേണ്ടതെന്നുള്ളത്. സമ്മാനങ്ങൾ സ്പോൺസർ ഇനി കോൺടാക്ട് ചെയ്യാം. മല്ലു പബ്ലിക് ചലഞ്ചിന്റെ ഈ ഒരു ഗെയിമിന് മുന്നാടി നമ്മൾ എത്തിയിട്ടുള്ളത് ബിദാത്തുൽ ഹിദായ മദ്രസയിലാണ്. മറ്റത്തൊരു മൂലപ്പറമ്പിലുള്ള അതെ മദ്രസയിലെ ഉസ്താദ്മാര്, സെക്രട്ടറി ആണ് നമ്മൾ ഒപ്പമുള്ളത് കേട്ടോ. സെക്രട്ടറി ആണ്, ഇത് സദർ ഉസ്താദാണത്. ഏതായാലും ഈ ഒരു മദ്രസയിൽ ഈ ഒരു പരിപാടി വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ലക്ഷ്യങ്ങളൊക്കെ എന്താ നമുക്ക് ചോദിച്ചാൽ ഉസ്താദിനോട് പരിചയപ്പെടുത്തിക്കണം. എൻ്റെ പേര് മുഹമ്മദ് റഫീഖ് വാഫി. ഈ മദ്രസയിൽ 2 വർഷമായിട്ട് സദറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ 2023-24 അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ 3-ാം തീയതി ഇന്നത്തോടുകൂടി കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ കുട്ടികൾക്കിടയിൽ ഒരു സെൻഡ് ഓഫ് പരിപാടി സ്കൂളുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
നമ്മുടെ മദ്രസയിലും പരീക്ഷ കഴിഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷമാകണം, മനസ്സിന് ആശ്വാസം കിട്ടണം. ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളെ മല്ലു പബ്ലിക് ചാലഞ്ച് എന്ന് പറയുന്ന ഈ ബ്ലോഗേഴ്സ് നമ്മൾ വരുത്തുകയും അവർ കുട്ടികൾക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ മദ്രസയിലെ എല്ലാ വിദ്യാർത്ഥികളും അത് ആസ്വദിക്കുകയും ചെയ്തു എന്നതാണ് ഇത് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ രണ്ടാമത് എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ മദ്രസകളിലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കലുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനും സഹകരിച്ച് കൂടെ നിൽക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് നമ്മൾക്കുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഇവിടുത്തെ അധ്യാപകരാണ്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഏറ്റവും ഉന്നതിയിലേക്ക് ഈ വരും തലമുറയോട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള പുതിയ പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ മദ്രസയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഏറ്റവും ഉഷാറാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികളായ ബഹസ ഈ ഓഡിറ്റോറിയവുമായി ആദ്യമാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ചെറിയ തോതിലൊക്കെ കല്യാണങ്ങളും മറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു ഓഡിറ്റോറിയം ആണ് എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ നല്ല ഒരു പരിപാടി ഈ മദ്രസയ്ക്ക് ഉണ്ടായതുകൊണ്ട് എല്ലാ പരിപാടിയും ഞങ്ങളിപ്പോൾ നടത്തുന്നുണ്ട്. ഇതേപോലെ എല്ലാ മദ്രസയിലും ഇതുപോലെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ഒരു പരിപാടിക്ക് നമുക്കൊരു ചാൻസ് തന്ന ഈ മദ്രസയ്ക്ക് നമ്മളെ പേര് നന്ദി അറിയിക്കുകയാണ്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.